ആത്മാവ് ഇന്നീ വിധിയിൽ തൃപ്തമാകുമോ? ഒരിക്കലുമില്ല. വൈകാരിക പ്രതികരണവുമായി ഉമാ തോമസ്. നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധിയിൽ പി ടി തോമസിന്റെ ആത്മാവ് ഒരിക്കലും തൃപ്തമാകില്ലെന്ന് ഉമാ തോമസ് MLA. കേസിലെ വിധിയിൽ അതൃപ്തി പ്രകടമാക്കിയാണ് ഉമാ തോമസിന്റെ പ്രതികരണം. ഉപാധികളില്ലാതെ അവൾക്കൊപ്പം മാത്രമെന്നും ഉമാ തോമസ് ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. തെരുവിൽ ആ പെൺകുട്ടി അപമാനിതയായ വിവരമറിഞ്ഞ് രാത്രി ഈ വീട്ടിൽ നിന്നാണ് പി ടി ഇറങ്ങിപ്പോയത്. തയ്യാറാക്കപ്പെട്ട തിരക്കഥകളെ തകർത്തത്. കോടതിക്ക് മുമ്പിൽ മൊഴി കൊടുക്കാൻ പോയത്. അവൾക്ക് നീതി തേടി ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ രാവും പകലും നിരാഹാരം കിടന്നത്. പി ടിയുടെ ആത്മാവ് ഇന്നീ വിധിയിൽ ഒരിക്കലും തൃപ്തിയാകില്ലെന്നും അവർ ഫേസ്ബുക്കിൽ കുറിച്ചു. കോടതി നടപടികൾ തുടരുമ്പോൾ എത്രയോ തവണ ആ കുട്ടി പങ്കുവച്ച ആശങ്കകൾ ശരിയാണെന്ന് തെളിഞ്ഞിരുന്നു. ഉപാധികളില്ലാതെ അവൾക്കൊപ്പം മാത്രമാണെന്നും ഉമാ തോമസ് വ്യക്തമാക്കി. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഏറെ നിർണായകമായ ഇടപെടൽ നടത്തിയത് തൃക്കാക്കര MLA ആയിരുന്ന പി ടി തോമസ് ആയിരുന്നു. അതിക്രമം നടന്ന ശേഷം അതിജീവത എത്തിയത് നടൻ ലാലിന്റെ വീട്ടിലായിരുന്നു. ഇവിടെ എത്തിയ പി ടി തോമസിനോടാണ് താൻ നേരിട്ട അതിക്രമങ്ങൾ നടി വെളിപ്പെടുത്തിയത്. അന്നു മുതൽ അതിജീവതയ്ക്കൊപ്പമായിരുന്നു പി ടി തോമസ്. മരണം വരെയും അത് തുടർന്നു. നടിക്ക് നേരിടേണ്ടി വന്ന അതിക്രമം നിയമസഭയിലും പി ടി തോമസ് ഉന്നയിച്ചു. ഏറെ വൈകാരികമായിരുന്നു അന്നത്തെ പി ടിയുടെ പ്രസംഗം. കൊച്ചി നഗരത്തിൽ യുവതി ആക്രമിക്കപ്പെട്ടിട്ടും സുരക്ഷാ സംവിധാനങ്ങളൊന്നും അറിഞ്ഞില്ലെന്ന് പറഞ്ഞ് പിണറായി സർക്കാരിനെ ആക്രമിച്ചു. കൂടാതെ CPM ചാനലായ കൈരളി നടിയെ അപകീർത്തിപ്പെടുത്തിയെന്ന് ആരോപിക്കുകയും ചെയ്തു. തന്റെ മകളെയോ സഹോദരിയോ ഈ അവസ്ഥയിൽ കാണുമ്പോഴുണ്ടാകുന്ന തീവ്രമായ വേദനയാണ് പ്രിയപ്പെട്ട നടി വിങ്ങിപ്പൊട്ടിക്കൊണ്ട് സംഭവം വിശദീകരിച്ചപ്പോൾ തനിക്കുണ്ടായതെന്നാണ് അന്ന് പി ടി വിശേഷിപ്പിച്ചത്. അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ 8ാം പ്രതി നടൻ ദിലീപിനെ കോടതി ഇന്ന് കുറ്റവിമുക്തനാക്കിയിരുന്നു. കേസിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തു. 7 മുതൽ 10 വരെയുള്ള പ്രതികളെയാണ് വെറുതെ വിട്ടത്. ചാർലി, മേസ്തിരി സുനിൽ, ദിലീപ്, ശരത് എന്നിവരെയാണ് കോടതി കുറ്റവിമുക്തരാക്കിയത്.